പ്രധാനമന്ത്രിയുടെ യോഗവേദിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർക്ക് ഭീഷണി. ഡൽഹിയിൽ നടന്ന വിവരാവകാശ കമ്മീഷൻ യോഗവേദിക്ക് പുറത്താണ് സംഭവം. വിവരാവകാശ പ്രവർത്തകർ യോഗം ബഹിഷ്കരിച്ചത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഭീഷണി ഉണ്ടായത്. സംഭവം റിപ്പോർട്ട് ചെയ്താൽ ചാനലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മീഡിയ വണിനോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു. The Manipur State Information Commission has been denying to recommend to invite any activists from the state to join the meeting. So you came here on your own? Yeah. Yes, so there was some prior guarantee that you can even then get inside without a proper invitation? No, NCPR and our group, we are only one. And I'm one of the co-convener out of the 6 co-convener of the NCPRI. So are you expecting He's to not go a inside? co-convener of any NCPRI. I can vouch for that. We have already complained. I asked you to give me a bite. You are not ready to do that. I'm not giving okay, you a bite. don't interrupt in my duty. Claims to be See, if you want to say, if he claims to on the mic. If he claims to be you want to NCPRI, who are you first? Then who are you? I don't know who media Then you don't talk. I don't know. You don't talk. I am going to be tracking your channel if this statement comes. You don't interfere. You do it. Don't threaten me. See, I am doing my duty. Tracking you. Okay, you do He it. can No claim problem. anything. I'll be monitoring your channel. No problem, sir. Please don't photograph me. You don't photograph me. I am not here to be photographed. So why you are giving statements? He's made a false statement in my presence. No, that you I have complained. Who tell you? I have already complained to the Central Information Commission. This is the diary number that you are trying to get in using the name of my organization, NCPRI. We are ncpri.org. Who the fuck are you? റഷീദുദ്ദീൻ ഇപ്പോൾ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നു. റഷീദ്, എന്താണ് അവിടെ സംഭവിച്ചത്? ഏത് സാഹചര്യത്തിലാണ് വിവരാവകാശ പ്രവർത്തകർ യോഗം ബഹിഷ്കരിച്ചത്? എന്താണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി? എന്താണ് അവരെ പ്രകോപിപ്പിച്ചത്? പ്രസാദ്, ഇന്ന് സംഭവിച്ചത് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ 10ാം വാർഷിക യോഗം ആയിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വളരെ ഈ കമ്മീഷനുമായി മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ചും കമ്മീഷന്റെ ഭാവി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും വളരെ ദീർഘദർശിത്വത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചവെച്ചത്. എന്നാൽ സമ്മേളന വേദിക്ക് പുറത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി വിവരാവകാശ പ്രവർത്തകരെ, അവരിൽ പലരും NCPRIയുടെ സംസ്ഥാന ഘടകം ഭാരവാഹികൾ പോലും ഉണ്ടായിരുന്നു. സ്ഥാപക സെക്രട്ടറിമാരിൽ ഒരാൾ പോലും അതിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അവരോട് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ അകത്ത് കടത്തിവിടാൻ സാധ്യമല്ല, പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാലുടൻ നിങ്ങളെല്ലാം അകത്ത് പ്രവേശിപ്പിക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരിൽ ഇവരിൽപ്പെട്ട ചില ആളുകളുമായി, ചില അംഗങ്ങളുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം തന്നെ ഒരാൾ അത് തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആരാണ് എന്ന് ചോദിച്ചപ്പോൾ NCPR എന്ന് പറയുന്നത് എന്റെ സംഘടനയാണ്, എന്റെ സംഘടനയ്ക്കെതിരെ നിങ്ങൾ ചില ആളുകൾ ഇതിന് മാധ്യമങ്ങളിലൂടെ തെറ്റായ വിവരം നൽകുന്നത് അനുവദിക്കില്ല എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ ഇദ്ദേഹം ആരാണ്, ഏത് ഘടകത്തിന്റെ ആളാണ് എന്ന് ഈ ചുറ്റുമുണ്ടായിരുന്ന മറ്റു പ്രവർത്തകർ, അതായത് NCPRIയുടെ മറ്റു ഭാരവാഹികൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം സ്ഥലത്ത് നിന്ന് പിൻവാങ്ങുകയും പിന്നീട് വീണ്ടും ഇതിൽപ്പെട്ട അജോയ് കുമാർ എന്ന് പറയുന്ന മണിപ്പൂരിലെ ജോയിന്റ് കൺവീനർ, അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത വ്യക്തി കൂടിയാണ്. എന്നാൽ അജയ് കുമാർ ഉൾപ്പെടെയുള്ള മണിപ്പൂരിൽ നിന്നുള്ള നിരവധി പ്രവർത്തകരെ അവിടുത്തെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ തടഞ്ഞു വെച്ചു എന്ന പരാതി അദ്ദേഹം മീഡിയ വണ്ണിനോട് ഉന്നയിക്കുന്നതിനിടെ വീണ്ടും ഇദ്ദേഹം മീഡിയ വൺ ക്യാമറയ്ക്ക് മുമ്പിൽ വരികയും ഇയാൾ NCPRയുമായി ബന്ധപ്പെട്ട ആളല്ല എന്ന് പറയുകയും ചെയ്തു. അതേ ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ചാനൽ, ഈ ചാനൽ ഏതാണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ചാനൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലീസ് തീർച്ചയായും നിങ്ങളെ ട്രാക്ക് ഡൗൺ ചെയ്യും. അക്കാര്യം ഓർമ്മ വെച്ചോ, ഞാൻ ഫോട്ടോ എടുക്കേണ്ട ആളല്ല, നിങ്ങൾക്ക് എന്നെ ഫോട്ടോ എടുക്കാൻ പാടില്ല, നിങ്ങൾ ഫോട്ടോ എടുത്താൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഈ വ്യക്തി അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് അദ്ദേഹം NCPRയുടെ ഒരു ഭാരവാഹി മാത്രമാണ് എന്നാണ്. സെൻട്രൽ കമ്മീഷണർക്ക്, അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർക്ക് ചാനലിനെ കുറിച്ചും അതുപോലെ ഇവിടെ പരാതി ഉന്നയിച്ച ആളുകൾക്കെതിരെ കുറിച്ചും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇദ്ദേഹം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഒരിക്കലും തയ്യാറായില്ല. മാത്രമല്ല, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ സമയത്തെല്ലാം തന്നെ വിജ്ഞാൻ ഭവനിന് പുറത്തുള്ള വലിയൊരു കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവർ ഇടപെടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. വിവരാവകാശവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു യോഗം നടക്കുന്ന വേദിക്ക് പുറത്ത് തന്നെയാണ് വളരെ അനിഷ്ടകരമായ രീതിയിൽ മാധ്യമങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തടയുന്ന രീതിയിൽ ചിലർ ഇടപെടുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് നോക്കി നിന്നത് എന്നത് വളരെ പ്രധാനമാണ്. പ്രസാദ്, റഷീദുദ്ദീനാണ്